ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതായിരുന്നു. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ കിസ്സിങ് ഹാൻഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു, നമ്മളെല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലേ? ഹാവിൻറ്റ് യു ഇല്ലേ? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നിങ്ങൾക്ക് അവരിലെ ഏത് ക്വാളിറ്റിയാണ് ഇഷ്ടം? എന്ത് നല്ല സ്വഭാവമാണ്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം, നല്ല സ്വഭാവമാണ് നിങ്ങൾക്ക് ഇഷ്ടം? നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്സ്. നമുക്കിവിടെ ഒരു പോമാണ് പഠിക്കാനുള്ളത്, അത് വായിച്ച് നോക്കാം. അബൌട്ട് എന്തിനെ കുറിച്ചിട്ടാണ്? എ ട്രൂ ഫ്രണ്ട്സ്, നല്ല സുഹൃത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോമിൻ്റെ പേരെന്ന് പറയുന്നത് എ ഫ്രണ്ട് എന്നുള്ളതാണ്. നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. റെഡിയാണോ? എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. എന്താണ് പറയുന്നത്? എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം അല്ലേ? നമുക്ക് അവരോട് പറയാൻ പറ്റണം. യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അതുപോലെ തന്നെ എല്ലാ കെയറും നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഫ്രണ്ട്. ഹി കംസ് ബൈ ചാൻസ്. ചിലപ്പോൾ അവന് എന്താണ് നമ്മളെ അറിയാതെ, നമ്മളൊരു ചാൻസ് ഒന്നും കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാളായിരിക്കാം. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. എന്താണ്? പക്ഷെ അവർ എന്നും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. നിൻ്റെ പുകഴ്ത്തലുകൾ എപ്പോഴും അവൻ്റെ ശബ്ദമായിട്ട് മാറും. അഥവാ നിൻ്റെ നല്ല കാര്യങ്ങൾ അവൻ എല്ലായിടത്തും ചെന്ന് പറയുന്ന ഒരാളായിരിക്കും നിൻ്റെ ഫ്രണ്ട് എന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കൂ. നോ ഗ്രീവേഴ്സ് ഫോൾട്ട് ഓർ പാസിംഗ് ഹിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. പ്രൈസസ് എന്ന് പറഞ്ഞാൽ ഗ്രീവ്സ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ, നിൻ്റെ ഗുരുതരമായിട്ടുള്ള ഫോൾട്ട്, തെറ്റുകൾ, അതുപോലെ പാസിംഗ് വിം എന്ന് പറഞ്ഞാൽ ചിന്തകൾ, നിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുമൊക്കെ എന്താണ്? അവൻ ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഗുരുതരമായിട്ട് നിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിൻ്റെ ചിന്തകളിൽ അങ്ങനെ എന്തെങ്കിലും വരികയോ ചെയ്തു കഴിഞ്ഞാലും അതൊരിക്കലും നിങ്ങളുടെ ഇടയിൽ ഒരു ശത്രുത ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ. എന്താണ്? അതുപോലെ തന്നെ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ. നിൻ്റെ ആവശ്യങ്ങൾ, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. പക്ഷേ അവിടെ അവൻ്റെ സ്ട്രെങ്ത്ത്, അവൻ എപ്പോഴും നിൻ്റെ കൂടെ ഒരു സ്ട്രെങ്ത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമിന് മാർക്ക് കുറഞ്ഞു, അവിടെ എന്താണ്? നമ്മൾ അവിടെ ഒരു ഫെയിലാവുക അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവുന്ന സമയമാണല്ലോ. പക്ഷേ നല്ലൊരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പറയും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സ്ട്രെങ്ത് ആക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. Then, no matter where your path may turn, your welfare is his chief concern. പിന്നെ നീ എങ്ങനെയൊക്കെ പോയിക്കോട്ടെ, നീ നല്ല രീതിയിലോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിൻ്റെ നന്മ എന്നുള്ളതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നീ നന്നായിട്ടിരിക്കുക എന്നുള്ളതായിരിക്കും അവൻ്റെ നിൻ്റെ നന്മ എന്നുള്ളതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് മാറുന്നത്. നോ മാറ്റർ വാട്ട് യു ഡ്രീം മേ ബി ഹി പ്രേയേഴ്സ് യുവർ ത്രിം സൂൺ ടു സീ. എന്താണ്? നോ മാറ്റർ വാട്ട് യു ഡ്രീം മേ ബി. എന്താണ്? നീ എന്തോ സ്വപ്നം കണ്ടോട്ടെ, നീ എന്ത് സ്വപ്നം കാണുന്നു എന്നുള്ളത് അവന് പ്രശ്നമല്ല. പക്ഷേ നീ എന്ത് സ്വപ്നം കാണുന്നോ അതിനു വേണ്ടി അവന് നിൻ്റെ വിജയം കാണാൻ വേണ്ടി അവൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ അതിനു വേണ്ടിയിട്ട് പ്രെയർ ചെയ്യും, അവന് വേണ്ടി പ്രാർത്ഥിക്കും. നിനക്കെന്താണോ വേണ്ടത് അതിനു വേണ്ടി, നിൻ്റെ വിജയത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നവനായിരിക്കും എന്നാണ് പറയുന്നത്. Then, there is no wish your tongue can tell, but what is it your friends as well. എന്താണ്? there is no wish your tongue can tell.
നിനക്ക് എന്ത് ആഗ്രഹമാണ് അല്ലെങ്കിൽ നിനക്ക് എന്താണോ വേണ്ടത് എന്ന് നീ നിൻ്റെ നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ബട്ട് എന്താണ് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. നിൻ്റെ ഫ്രണ്ട് അവനാണെങ്കിൽ അവനക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗോഡഡ് ടു ദ എൻഡ്. എന്താണ് നിൻ്റെ ജീവിതം, അവൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ നിൻ്റെ ജീവിതം എപ്പോഴും ഒരു ഡബിൾ ഗോഡഡ് ആയിരിക്കും, അഥവാ എപ്പോഴും എന്താ പറയുക സംരക്ഷണയിലായിരിക്കും, രണ്ട് സംരക്ഷണയിലായിരിക്കും എന്നാണ് പറയുന്നത്. അവൻ്റെ സംരക്ഷണം നിനക്കും നിൻ്റെ സംരക്ഷണം അവനക്കും ഉണ്ടാവും എന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു ഫ്രണ്ട് എന്നാണ് ഈ ഒരു പോം പറയുന്നത്. അപ്പോൾ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഡ്രീമിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കും നമ്മുടെ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ പറയും ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന്, അല്ലേ? കാരണം ചെങ്ങാതി നന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ട, ചങ്ങാതി നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ചങ്ങാതി ആയിരിക്കും എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. അതിന് മുന്നേ ഇത് എഴുതിയ പോയറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പോം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോംസ്. അദ്ദേഹം 11,000 പോംസിനേക്കാളും മീതെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഗ്ലോസറി തന്നിട്ടുണ്ട്. കുറച്ച് വേർഡ്സ് ആണ്. കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്ക എന്നാണ്. കെയർ, വെറി ഓർ ഇൻട്രസ്റ്റ് ഇൻ സംവൺസ് വെൽബീയിങ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുക എന്നാണ് കൺസേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിമി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഈസ് എ ആക്റ്റീവ്ലി ഒപ്പോസിറ്റ്, നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എനിമി. ഗ്രീവസ് എന്ന് പറഞ്ഞാൽ വെരി സീരിയസ്, വളരെ സീരിയസ് ആയിട്ട്. ഗോഡ് എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ട്രിംസ് എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റ് വിക്ടറി ഓർ സക്സസ്, നല്ല വിജയം എന്നാണ് അർത്ഥം. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ദ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്, ഒരാളുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ഹെൽത്തായിട്ടും ഹാപ്പിനെസ് ആയിട്ടും സേഫ്റ്റി ആയിട്ടും ഉള്ള ഒരു മൊമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു നന്മയെയാണ് വെൽഫെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിം എന്ന് പറഞ്ഞാൽ എ സഡൻ ഡിസയർ എന്നുള്ളതാണ്, പെട്ടെന്ന് വരുന്ന നമ്മുടെ ആഗ്രഹം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. നമുക്ക് ഈ പോം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. താഴെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? എന്തുകൊണ്ടാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട് നിനക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കൂട്ടുകാരോടുള്ള ചോദ്യമാണ്, പക്ഷെ ഞാൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് രവി. ഓക്കെ, മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് രവി. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കാം. ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹി ഹെൽപ്സ് മീ ഇൻ ഓൾ മൈ നീഡ്സ്. എന്താണ്? എൻ്റെ ഫ്രണ്ടാണ് രവി. രവിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം? ഈ പോമിൽ നിന്ന് എ ഗുഡ് ഫ്രണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. എന്താണ് മനസ്സിലാക്കിയത്? എ ഗുഡ് ഫ്രണ്ട് വിൽ സ്റ്റാൻഡ് ബൈ അസ് ഈവൺ ഇൻ ട്രബിൾ. എന്താണ്? നമുക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ഹിം. എനിക്ക് അവനുമായിട്ട് എല്ലാം ഷെയർ ചെയ്യാം. ഹി സീസ് ഓൺലി ദ ഗുഡ് സൈഡ് ഓഫ് അസ്. അവൻ എപ്പോഴും എൻ്റെ നല്ല സൈഡ് മാത്രമേ കാണുകയുള്ളൂ. ഹി വിൽ നോട്ട് ടെൽ എനി വൺ അബൌട്ട് അവർ ഫോൾട്ട് ഓർ മിസ്റ്റേക്സ്. അവൻ ആരുമായിട്ടും എൻ്റെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ എൻ്റെ ഫോൾട്ടോ ഒന്നും ആരുമായിട്ടും പറയില്ല. ഹി വിൽ ടേക്ക് കെയർ ഓഫ് എനി ഓഫ് അവർ നീഡ്സ് ബിഗ് ഓർ സ്മോൾ. എനിക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും അവൻ എന്നെ ടേക്ക് കെയർ ചെയ്യും. ഹി വിൽ പ്രേ ഫോർ ദ സക്സസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മക്കും വേണ്ടിയിട്ട് അവന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരാളാണ് എ ഗുഡ് ഫ്രണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് ഒരാളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ സെക്യൂർ ആക്കുന്നത്, നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആക്കുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ബിക്കോസ് ദേ ഓഫർ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അവരെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും തരും. അതുകൊണ്ടാണ്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോം എൻകറേജ് അസ് ടു ബി എ ഗുഡ് ഫ്രണ്ട്സ്? എങ്ങനെയാണ് ഈ പോം നമ്മളെ ഒരു ഗുഡ് ഫ്രണ്ടിലേക്കുള്ള എൻകറേജ് ചെയ്യുന്നത്? ഗുഡ് ഫ്രണ്ട് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു മെസ്സേജ് തരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ദ പോം എൻകറേജ് അസ് ടു ബി എ ഗുഡ് ഫ്രണ്ട്സ് ബൈ emphasizing the importance of loyalty, support and understanding. എന്താണ് ഈ പോം നമ്മളെ എൻകറേജ് ചെയ്യുന്നത്? എന്താണ്? ടു ബി ഗുഡ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴും ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കണം. ബൈ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോയൽറ്റി, സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എപ്പോഴും സപ്പോർട്ടായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും ഒരു ലോയൽറ്റിയിലൂടെയും അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു ഗുഡ് ഫ്രണ്ട്സ് വേണമെന്ന് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1 ആണ് നോക്കാനുള്ളത്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? എന്തൊക്കെയാണ് ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റിയാണ് ഒരു ഗുഡ് ഫ്രണ്ടിന് വേണ്ടത്? കംപ്ലീറ്റ് ദ വേർബ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ളത് എ ഗുഡ് ഫ്രണ്ട് അല്ലേ? എ ഗുഡ് ഫ്രണ്ട്. ദെൻ ഒരു ക്വാളിറ്റി തന്നിട്ടുണ്ട്, ഷെയറിങ് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടത്? ഷെയറിങ്, കെയറിങ്, ഹെൽപ്പിംഗ്, ഹോണസ്റ്റി, ഫണ്ണി, റെസ്പെക്റ്റ്ഫുൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഗുഡ് ഫ്രണ്ട് എന്ന നിലയിൽ ആവശ്യമാണ്. ഒന്നും കൂടെ പറയാം: കെയറിങ്, ഹെൽപ്പിംഗ്, ഹോണസ്റ്റി, ഫണ്ണി, റെസ്പെക്റ്റ്ഫുൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം. ഇവിടെ ഒരു പോമിൻ്റെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മളെടുത്ത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. A friend is one who stands to share your every touch of grief and care. ഇവിടെ എന്താണ്? The words care and share end with the same sound. ഇവിടെ രണ്ട് ലൈനിൻ്റെയും രണ്ട് ലിറിക്സിൻ്റെയും ലാസ്റ്റ് വരുന്നത് ഒന്ന് ഷെയർ, സെക്കൻഡ് വൺ ഈസ് കെയർ. രണ്ടും സെയിം സൗണ്ടാണ് വരുന്നത് അല്ലേ? They are called rhyming words. ഇതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോം. ഈ പോമിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ചോയ്സ്, വോയിസ്. വിം, ഹിം. സ്മോൾ, ഓൾ. ടേൺ, കൺസേൺ. ബി, സി. ടെൽ, വെൽ. ഫ്രണ്ട്, എൻഡ്. ഇത്രയും റൈമിംഗ് വേർഡ്സ് നമുക്ക് ഈ ഒരു പോമിൽ നിന്ന് കിട്ടും. ഒന്നുകൂടെ വായിക്കാം. ചോയ്സ്, വോയിസ്. വിം, ഹിം. സ്മോൾ, ഓൾ. ടേൺ, concern. Be, see. Tell, well. Friend, end. Okay, next activity number 3, you all have friends, haven't you? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടല്ലേ? നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകൾ നമുക്കുണ്ട്. ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്ന് നിങ്ങൾക്ക് അറിയുമോ? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്ന് ചോദിച്ച് ഈ താഴെ സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ എഴുതണം. ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. എന്താ? ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ അവനക്ക് ക്രിക്കറ്റ് ഇഷ്ടമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞു തരാം. മീര ലൈക്സ് ഐസ്ക്രീം. മീരക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഷീ ഡസൻ ലൈക്ക് പോപ്കോൺ. പക്ഷെ അവൾക്ക് പോപ്കോൺ ഇഷ്ടമല്ല. ഓക്കെ. രവി ലൈക്സ് ടീഷർട്ട്. രവിക്ക് ടീഷർട്ട് ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ഷർട്ട്. പക്ഷെ അവനക്ക് ഷർട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് മാറ്റിയിട്ടൊന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ദ ഡോട്ട് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.